ഹൈവേയിലെ നിർമ്മാണത്തിൽ ചില പിഴവുകൾ വന്നു. അതോടെ അതിനെ വിമർശിച്ച് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന മര്യോനും അതുപോലെ തന്നെ അനുയായികളും ഞങ്ങൾ ദിവസവും ഈ ഒരു NH-66 പണി കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഞങ്ങൾ നടന്ന് ആ ഒരു പണിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീക്ഷിക്കാറുണ്ട്. നല്ല ഒരു കെട്ടുറപ്പോട് കൂടിയാണ് ഈ ഒരു റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലൂടെ പല നമ്മുടെ കേരളത്തിന്റെ ആ ഒരു വികസനം, അതിന്റെ ഒരു മുഖച്ഛായ തന്നെ, കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് റീൽസ് ചെയ്തിരുന്ന മരുവന്റെ ആ ഫ്ലെക്സുകളൊന്നും ഇപ്പൊ കാണുന്നില്ല അത്രേ. അപ്പൊ പങ്കാളിത്തവും ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാതയുടെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം മറ്റൊരു അർത്ഥത്തിൽ LDF ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDF 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനം നടക്കില്ലായിരുന്നുവെന്നും പറഞ്ഞ ആ ഒരു വീഡിയോസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും പോയിട്ടില്ല. അത് പണ്ട് കാലത്തായിരുന്നു. എന്തെങ്കിലും വിടുവായ്ത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപ്പാടെ മറന്നു കളഞ്ഞിരുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തുപ്പിയാൽ പോലും അത് പ്രധാനമന്ത്രി തുപ്പി, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തുപ്പി, അതല്ലെങ്കിൽ അനുയായികളായിട്ടുള്ള മന്ത്രിമാർ തുപ്പി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഈ പ്ലാറ്റ്ഫോം നിൽക്കുന്നിടത്തോളം കാലം മന്ത്രിമാർ പറഞ്ഞ വാക്കുകളൊന്നും ആരും മറന്നു പോയിട്ടില്ല. എന്തായാലും ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. ഭൂമി ഏറ്റെടുത്തു നൽകിയതിൽ ഈ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിനാണ്. സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ചിലർക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വാസനയുള്ളവർ കിട്ടിയ അവസരം മുതലാക്കി എന്തും പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ആരും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നു മുഖ്യമന്ത്രി സർ, ആരും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പൊ പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃതിക്ക് ഇണങ്ങുന്ന രൂപത്തിൽ കേരളത്തിന്റെ വികസനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി ഇതൊന്നും നശിപ്പിക്കില്ലായിരുന്നു. പണ്ട് കാലങ്ങളിൽ 4 പേർ ഒരു സൈഡിലും 4 പേർ മറു സൈഡിലും നിന്ന് വലിയ ഒരു കോൺക്രീറ്റിന്റെ ആ ഒരു ടയർ പോലെയുള്ള, നമ്മൾ പറയും അമ്മായിക്കല്ല് എന്നൊക്കെ പറയും, അമ്മായിക്കല്ലിന്റെ ആ ഒരു റോളറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു ഇരുമ്പിന്റെ ആ ഒരു ടയറാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാളും ഭാരമേറിയ ആ ഒരു കരിങ്കല്ലിൽ കൊത്തിയ, അതല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച വലിയ രൂപത്തിലുള്ള ആ ഒരു റോളർ ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ ഇപ്പറയുന്ന ടിപ്പു സുൽത്താൻ റോഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ റോഡ്, അത് ടിപ്പു സുൽത്താന്റെ റോഡാണെന്നാണ് എക്കാലവും അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ റോഡിന്റെ വികസനം അതിൽ ആർക്കും അത് ഞങ്ങളാണ് നിർമ്മിച്ചത്, ഞങ്ങളാണ് അതിന്റെ പുരോഗമന രീതികൾ കൊണ്ടുവന്നത് എന്നൊന്നും അവകാശപ്പെടാൻ കേരളത്തിലെ ഒരാൾക്കും സാധിക്കില്ല. അതിന്റെ പേരാണ് ടിപ്പു സുൽത്താൻ റോഡ്. മുൻകാല ചരിത്രമറിയുന്ന ആ ഒരു പ്രായമുള്ള നമ്മുടെ ഉപ്പമാരോടൊക്കെ ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. അപ്പൊ എന്തും പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. വീഴ്ചയായി കണ്ട് നടപടി സ്വീകരിക്കണം. അത് കറക്റ്റ്. അത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. എല്ലാം പറയാം, മഹത എന്തും പറയാം, വഷള എന്ന ചൊല്ലുപോലെ എന്തും പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള LDF പൊതുയോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു.
അതൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ആ വിഷയങ്ങളിലൊക്കെ കടന്ന് കയറി ചെന്നാൽ മാത്രമേ കേരളത്തിൽ ഏത് രൂപത്തിലുള്ള വികസനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ കൊണ്ടുവന്നാൽ കേരളത്തിൽ ഏത് റോഡിന്റെ വികസനങ്ങളാണ് ഇത്രയും കാലത്തിനുള്ളിൽ ചെയ്തു വെച്ചത് എന്നും കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നിലവിലുണ്ടായിരുന്ന ആ ഹൈവേയുടെ ഭംഗി തകർത്ത് അവിടെയുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആ വൃക്ഷങ്ങളൊക്കെ നശിപ്പിച്ചപ്പോൾ ആ വൃക്ഷങ്ങളുടെ തടികൾ അത് എവിടെ പോയി? അതുപോലെ തന്നെ റോഡരികിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് വീടുകൾ ഇടിച്ചു നിരത്തിയിരുന്നു. അതിൻ്റെയൊക്കെ കല്ലും മണ്ണും അതുപോലെ ഇരുമ്പുകളും മരത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സംഭവങ്ങളുമൊക്കെ ഇതൊക്കെ ആർക്ക് ലേലം ചെയ്തു കൊടുത്തു? ആ പണമൊക്കെ എന്ത് ചെയ്തു? കണക്ക് വരും. കേന്ദ്രം ഇനി അതിന് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യരംഗത്ത് രാജ്യവും ലോകവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇപ്പോൾ ദേശീയ പാതയുടെ നിർമ്മാണം നടക്കുന്ന ചില ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, നിർമ്മാണം നടക്കുന്ന ചിലയിടങ്ങളിൽ, ആ വാക്ക് ഒന്നുകൂടി ആലോചിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ LDFന്റെ പ്രശ്നമാണെന്ന് ചിലർ രംഗത്ത് വരുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ അവകാശവാദവുമായിട്ട് മുന്നോട്ട് വർഷങ്ങളോളം വന്നത്? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി എന്ന് മനസ്സിലാക്കുന്ന മലയാളക്കരയിലെ സാധാരണക്കാർ അവർ ചൂണ്ടുന്നത് നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസാരിച്ചത് കൊണ്ടല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങളോട് ചോദിക്കുമോ? അത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയിൽ സംഭവിച്ചതാണെങ്കിൽ കേന്ദ്രത്തിനോടാണ് ജനങ്ങൾ ആ തുറന്നടിക്കൽ ഉണ്ടാകുക. അപ്പൊ അതിന്റെ അവകാശവാദം അത് LDF സർക്കാരിനാണ്. ആ ഒരു പാത വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ് എന്നൊക്കെ വാത്തോരാതെ വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു. അവർ ഇട്ടുവെച്ചു പോയ ഒരു പണി നിങ്ങൾ എന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന നിലക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാം. ആ ഉത്തരവാദിത്തം നാടിന്റെ മുന്നോട്ട് പോകിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുതൽ ക്ഷാവരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും പൊതുമരാമത്ത് വകുപ്പിനോ കേരള സർക്കാരിനോ ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. എന്തും പറയാൻ ശേഷിയുള്ളത് കൊണ്ട് പറയുന്നു എന്നത് മാത്രമുള്ളത്. വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതിൽ ദേശീയപാത അതോറിറ്റി ഉത്തരവാദിത്തം കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ പറയുന്നു. എന്തായാലും ഈ